ഇപ്പോൾ ചേട്ടന്മാരെ നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ സൗഹൃദങ്ങൾ ശക്തിപ്പെടാറുണ്ട്. നിങ്ങൾ ഒബ്വിയസ്ലി ഒരുപാട് ഒരുമിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്, ഒരു ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ സംഭവിച്ച നല്ല നല്ല അനുഭവങ്ങൾ, രസകരമായ അനുഭവങ്ങൾ, തമാശകൾ അങ്ങനെയൊക്കെ ഉള്ളതൊന്ന് ഷെയർ ചെയ്യാവോ? ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ കാണിക്കല് പിഷാരടിയാണ്. അപ്പൊ അവനാണ് അതൊക്കെ ഓർമ്മ ഉണ്ടാവുള്ളൂ. നീ തന്നെ പറയാം. അല്ല, വളരെ കൂളായിട്ട് ഇപ്പോൾ ഒരു അനുഭവം പറയാം. ഞങ്ങളൊരു ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഇവൻ അവിടുത്തെ ടർക്കിക്ക് നല്ല ഘനമാണ്. ഇവൻ അതെടുത്ത് കൊടുത്ത ഏകദേശം മുണ്ടെടുത്ത പോലെ ആവും. പക്ഷെ ഇതെല്ലാം കൂടെ ചുരുട്ടി ഇവിടെ കുത്തി വെച്ചിട്ട് ഇവിടെ മുറുക്കാൻ പൊതി വെച്ച പോലെ വലിയൊരു ബൾജിങ് ഒക്കെ ആയിട്ട് പുള്ളി ഫോണുമായിട്ട് വരാന്തയിലേക്ക് ഇറങ്ങി നിന്ന് ഫോൺ ചെയ്യുക. ഇത് റൂം അടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് തുറക്കാൻ പറ്റൂല, അകത്തുനിന്ന് തുറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നമുക്ക് വരാന്ത കാലിക്ക് ഇടയ്ക്കാണ്. ഇവൻ്റെ മുണ്ട് പറിച്ചുകൊണ്ട് ഓടിയാലോ എന്നൊരു രസം എനിക്ക് തോന്നി. ഞാൻ ഓടിച്ചെന്നിട്ട് ഇവൻ്റെ മുണ്ട് ഒരൊറ്റ പറിക്കൽ പറിച്ചിട്ട് ഞാൻ ഓടി. സാധാരണഗതിയിൽ ഈ ലോകത്തുള്ള ആരാണെങ്കിലും എന്നൊക്കെ കാണിച്ച് ഇങ്ങനെയൊക്കെ വലിയ അത്ഭുതം കാണിക്കുമല്ലോ. ഞാൻ ഓടി ഡോറ് പുറത്തടച്ചിട്ട് ഞാൻ വരാതെ നിൽക്കും. ഞാൻ നോക്കുമ്പം ആ ഫോൺ അതേപോലെ ചെയ്തുകൊണ്ട് ഒരാൾ ഇങ്ങനെ ഒരുത്തന്റെ മുണ്ടഴിച്ചുകൊണ്ട് പോയി എന്നുള്ളതിന്റെ യാതൊരു ലക്ഷണവുമില്ലാതെ ഇവൻ ആ വരാതെ നിന്ന് ഫോൺ തുടരുകയാണ്. ഞാൻ ഓടി തിരിഞ്ഞു നോക്കുമ്പോൾ മിണ്ടിക്കൊണ്ട് എനിക്ക് കുറച്ച് പേടിയായി. ഇവൻ തുണിയില്ലാണ്ട് നിന്നിട്ട് ഇനി ആഹാരം പിടിച്ചിടിക്കുമോ, നമ്മളെ കംപ്ലൈൻറ്റ് പറയില്ലേ എന്ന് ഓർത്ത് ഞാൻ ഇടാന്ന് വിളിച്ചു. അപ്പം ഇങ്ങനെ വെച്ചിട്ട് പിന്നെയും മിണ്ടിക്കൊണ്ട് ഞാൻ തന്നെ പോയി അവനെ മുണ്ട് ചുറ്റി അത് തിരിച്ച് അതുപോലെ കുത്തി കൊടുത്തിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകുന്നു. പുള്ളിക്ക് അതൊരു വിഷയമേ അല്ല. ഈ നീളം വരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു വിദേശത്തൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഞങ്ങളുടെ റൂമിൽ ലിഫ്റ്റിൽ നിന്നൊരു 5-6ാമത്തെ റൂമാണ്. ഞാൻ ഈ ലിഫ്റ്റ് വന്നു വാ എന്ന് പറഞ്ഞ് മുറി പൂട്ടി ഇവൻ ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ ഈ ലിഫ്റ്റ് കയറി ഞെക്കി താഴത്തേക്ക് പോയി. ഇവൻ ഞാൻ എത്തുന്നതിന് മുമ്പ് എത്താന്ന് ഓർത്തിട്ട് ഓടി ഇറങ്ങി ഒരു നില. എന്നിട്ട് ഇവൻ കാത്തു നിന്നു ലിഫ്റ്റ് എത്തുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ ഹോട്ടലിൽ ഇങ്ങനെ 2 ലിഫ്റ്റ് ഉണ്ട്. ഒരു ലിഫ്റ്റ് ഇങ്ങോട്ടും ഒരു ലിഫ്റ്റ് ഇങ്ങോട്ടും ഉണ്ട്. ഇവൻ വന്ന് നിന്നത് ഓപ്പോസിറ്റ് സൈഡിലെ ലിഫ്റ്റിന്റെ മുന്നിൽ ഇങ്ങനെ നിന്ന് പേടിപ്പിക്കാനായിട്ട്. ലിഫ്റ്റ് അങ്ങ് തുറന്നതും ഇവൻ എന്നും പറഞ്ഞൊരു ശബ്ദം ഉണ്ടാക്കിയപ്പം ഒരു അറബി ഫാമിലി അതിനകത്ത് നിൽക്കുവാണ്. ഞാൻ ബാക്കിൽ വന്ന് ഡോറ് തുറക്കുമ്പോൾ കാണുന്നത് ഈ അറബി ഇവനെ പിള്ളേരൊക്കെ കൂടെ കരയും അറബി. ഇവനെ ചീത്ത വിളിച്ച് ഇവൻ ഓടി. സംഭവം എന്ന് വെച്ചാൽ 3 ദിവസം ആ ഹോട്ടലിൽ തന്നെ താമസിക്കണത്. അതുകൊണ്ട് ഇവന് 3 ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ രാവിലെ വരാൻ പറ്റില്ല. ഈ അറബിയും കുടുംബം അവിടെ ഇരിക്കുന്ന കാരണം ഇവന് ഞാൻ എടുത്ത് റൂമിൽ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം ഇവനെ പിടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണല്ലോ. പിന്നെ ഉണ്ട് ഈ ധർമ്മന് ഞങ്ങൾ US പരിപാടിക്ക് പോയാൽ നമ്മൾ 40 ദിവസം കൊണ്ട് 15-20 പ്രോഗ്രാമാണ് അവിടെ പല സ്ഥലങ്ങളിൽ ചെയ്യുന്നത്. ഇന്നൊരു ദിവസം ഒരിടത്ത് താമസിച്ച് അവിടെ പരിപാടി ചെയ്ത് ടീം മുഴുവൻ അടുത്ത സ്ഥലത്ത് പോയി താമസിച്ച് പരിപാടി ചെയ്ത് അങ്ങനെ. അപ്പോൾ ഇന്ന് നമ്മളിപ്പോൾ ചെന്ന് താമസിക്കുന്നിടത്ത് നമുക്ക് ഒരു 302 റൂം. ഷോ കഴിഞ്ഞ് നമ്മൾ നേരെ വേറെ ഹോട്ടലിലോട്ടാണ് ചെല്ലുന്നത്. അവിടെ നമുക്ക് 405 റൂം. ആ ഷോ കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു സ്റ്റേറ്റിലേക്ക് ചെല്ലും. അവിടെ നമുക്ക് ചിലപ്പോൾ വേറൊരു റൂം നമ്പർ ആയിരിക്കും. ഒരു 10 ദിവസമാകുമ്പോൾ ഈ റൂം നമ്പറുകളെല്ലാം കൂടെ ഓർത്ത് വയ്ക്കൂല. ധർമ്മന്റെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോകും. കാരണം നമ്മൾ മിനിഞ്ഞാന്ന് താമസിച്ച റൂം നമ്പർ ആയിരിക്കും ചിലപ്പോൾ മനസ്സിൽ, നല്ല നമ്പറൊക്കെ ആയിരിക്കുമല്ലോ, ചില ഓർമ്മയുള്ള നമ്പറുകളിൽ പോകും. അപ്പോൾ ചില റൂമുകളിൽ ഷോ കഴിഞ്ഞ് വന്നിട്ട് ഏതെങ്കിലും ഒരു റൂമിൽ ഒരാളുടെ റൂമിൽ എല്ലാവരും കൂടെ കൂടിയിരുന്ന് വർത്തമാനം പറഞ്ഞ് ചെറിയ സ്മോളൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് അവനവൻ്റെ റൂമുകളിലോട്ട് പോകുമ്പം ഇന്നലെ താമസിച്ച ഹോട്ടലിൻ്റെ റൂമിൽ ഏതോ ഒരു റൂമിൽ പോയി രാത്രി തട്ടി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നൊരു സായിപ്പ് ഡോറ് തുറന്നപ്പോൾ ഇവൻ മുഖം ഒന്നും നോക്കാണ്ട് നേരെ ആ മുറിയിലോട്ട് കയറി ആ സായിപ്പ് ഇവനെ തള്ളി പുറത്തേക്കിട്ട് വാതിലടച്ച് റിസപ്ഷനിൽ വിളിച്ച് പറഞ്ഞ് ആരാണ്ട് കള്ളം മുറിയിൽ വന്നെന്ന് പറഞ്ഞിട്ട് അവർ CC ക്യാമറ നോക്കിയിട്ട് ധർമ്മനാ വന്നതെന്ന് കണ്ടുപിടിച്ച് പരാതി വിളിച്ച് പറഞ്ഞു. പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് അറിയാമോ, ഈ വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇവനെയും സായിപ്പിനെയും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലായി മാറിപ്പോകും. ഇവൻ തന്നെയാണെന്ന് പറഞ്ഞ് സായിപ്പിന്റെ മുറിയിലേക്ക്